സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു പങ്ക്, അഡാനിയുടെ ചെറിയ പങ്ക് അഡാനി നടത്തുന്നു. അങ്ങനെയുള്ള വിഴിഞ്ഞം പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നടന്നു. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാനമാണ് ഇതിൽ കിട്ടാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഈ ഷിപ്പുകളൊക്കെ ഇവിടെ എന്ത് ചെയ്യും അല്ലേ? അതെ, ആ രീതിയിൽ. പക്ഷെ ഇന്നലത്തെ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥി തന്നെ സംസ്ഥാന സർക്കാർ ക്ഷണിക്കാത്തൊരു അതിഥി ഇന്നലെ പരിപാടിയിൽ ഇരുന്നിരുന്നു. നസീഫിന്റെ അതേ ലുക്ക് ഉണ്ട് ആൾക്ക്. അല്ല, ഇന്നലത്തെ ആ കാര്യം ഉണ്ടല്ലോ, ഇന്നലത്തെ ആ കാര്യത്തിൽ ഒരുപാട് പേര് പറയുന്നത് കുമ്മനടി പോലത്തെ ഒരു പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട്, ചന്ദ്രനടി എന്ന് പറയാൻ കാരണം. അല്ല, കുമ്മോജി അല്ലെങ്കിൽ കുമ്മനടി, കുമ്മനം വന്നിട്ട് കുമ്മനടിച്ചു എന്ന് പറയുന്നത് പോലെ ചന്ദ്രനടി വന്നിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് ചന്ദ്രനടി അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് വിളിക്കാത്ത കല്യാണത്തിന് വന്നു എന്നുള്ളതൊക്കെയാണ് പേര് എന്ന് പറയുന്നത്. പുലിവാൽ കല്യാണത്തിലെ ജഗതിയുടെ മീമൊക്കെ ഇട്ടിട്ടാണ് കൂടുതൽ ആളുകൾ അതിനെ വലിയ രീതിയിൽ ട്രോളുന്നത്. ഞാൻ പക്ഷെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്ന് വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിരുന്നു. രണ്ടു ഭാഗത്തും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ സമയത്ത് CPM-നെയും പിണറായി വിജയനെയും മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥ പ്രധാനമന്ത്രിയും രാജീവ് ചന്ദ്രശേഖരനും വന്നപ്പോഴും പുറത്തുണ്ടായിരുന്നു. ഓരോ മണ്ഡലത്തിൽ നിന്ന് ഇത്ര വണ്ടി വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ട് BJP അതിനെ എന്ത് ചെയ്തത്, റൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയം തന്നെയാണ്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിനെ വിളിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഇനി അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ഒരു കാപ്പബിലിറ്റി വേണമായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ധനമന്ത്രി, അറ്റ്ലീസ്റ്റ് ധനമന്ത്രിയെങ്കിലും വേദിയിലേക്കൊന്ന് വിളിച്ച് ഇരുത്താൻ വേണ്ടി കൊണ്ടുള്ള ഒരു ഇത് കാണിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കുറവ് തന്നെയാണ്, അതെങ്ങനെ ആയിക്കഴിഞ്ഞാലും. പിന്നെ ഇന്നലെ ഞാൻ കണ്ടു, മുഹമ്മദ് റിയാസിന്റെ ഒരു പോസ്റ്റ് കണ്ടു. മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഞങ്ങളൊക്കെ വേദിയിൽ, രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലുണ്ട്, ഞങ്ങളൊക്കെ പുറത്തുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വേറൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇറക്കിയ അല്പത്തരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് അല്പത്തരം എന്ന് പറയാൻ? ഞാൻ അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസഭാ സീറ്റ് പോലും, മന്ത്രിസഭയിൽ ഒരു അംഗമായത് പോലും ഒരു എന്താ പറയാ പൊട്ടൻഷ്യൽ കൊണ്ടാണ് അദ്ദേഹം ആയത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ കാണുന്നുണ്ടോ? അല്ല, കരുതൽ എന്നല്ല, ഇത് കാണുന്ന പ്രേക്ഷകരും അത് കാണുന്നുണ്ട്, അങ്ങനെ വിലയിരുത്തുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയെന്നുള്ളതും ആ മന്ത്രിസ്ഥാനം എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതും ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതിന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേര് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആ ഒരു പേരിൽ വലതുപക്ഷ ആരോപണം അല്ലല്ലോ അദ്ദേഹത്തിനെ. കാരണം ഇതിനേക്കാളും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. ഷംസീറിനെ പോലെ ഒരു കൃത്യമായിട്ട് 3-4 പ്രാവശ്യം തലശ്ശേരിയെ പോലെയുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഷംസീറിനെ പോലെ ഒരാള് മന്ത്രിസ്ഥാനത്തേക്ക് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളെ മാറ്റി നിർത്തപ്പെട്ട് മുഹമ്മദ് റിയാസ് അവിടെ കയറിയിരിക്കുന്നതെങ്കിൽ അതിനൊരൊറ്റ പ്രിവിലേജ് കാർഡ് മാത്രമേ ഉള്ളൂ. ആ പ്രിവിലേജ് കാർഡ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഞാനിത് പറയുന്നത് അല്ല, ഞാൻ ആ വിഷയം ഇതോടൊപ്പം ക്ലബ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എന്ത് അല്പത്തരം. അപ്പൊ അല്പത്തരം എന്ന് പറയുന്നത് മനസാക്ഷി കുത്തുള്ള ഒരാളാണെങ്കിൽ അത് പറയാൻ പാടില്ല. ഇതിലെന്താ എനിക്ക് പറയാനുള്ളത് അറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിന്റെ തുക, അതായത് മൊത്തം 8,000 ചില്ലാനം കോടി രൂപ ചെലവായിരിക്കും. അതിലൊരു 5,000 ചില്ലാനം സംസ്ഥാന സർക്കാരിന്റെയാണ്, 2,000 ചില്ലാനാണത് അഡാനിയുടെ വന്നിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര സർക്കാർ വായ്പയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രധാനമന്ത്രിനെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ഈ പ്രധാനമന്ത്രി സദസ്സിൽ വന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്? പ്രധാനമന്ത്രി സദസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, ഇത് കാണുമ്പോൾ, എന്നോടൊപ്പം ഇരിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, കുരുപൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പുറത്തെ പരിഭാഷപ്പെടുത്തുന്ന ആള് എയർലൈൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയെങ്കിൽ പോലും അല്ല, ഞാനത് അയാൾക്ക് കൊടുത്ത, അതൊരു മാഷാണ്, സ്കൂൾ മാഷാണ്, അദ്ദേഹത്തിന് കൊടുത്ത ലിസ്റ്റ്, പ്രസംഗത്തിന്റെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതില് ഈ വാക്കുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് ചേർത്തത്. അപ്പൊ എന്താ ഞാൻ അതിൽ പറയുന്നത് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമാണ്. അപ്പൊ ഈ രാഷ്ട്രീയത്തെ പോലും ഒന്ന് കൗണ്ടർ ചെയ്യാൻ പോലും ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിണറായി വിജയൻ നടത്തുന്ന 10 മിനിറ്റ് പ്രസംഗം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 മിനിറ്റ് വാസവനും പ്രസംഗിക്കാൻ അവസരം കിട്ടി. 3 മിനിറ്റും 10 മിനിറ്റും പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഇവർ പറയണമായിരുന്നു രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ. ആ രാഷ്ട്രീയം പറയാൻ ഇവർക്ക് കഴിയാതെ, ഔചിത്യം മാത്രമല്ല, ആ രാഷ്ട്രീയം പറയാൻ കൃത്യമായിട്ട് പിണറായി വിജയന് പേടിയുണ്ട്.
മടിയിൽ കനമുണ്ട് എന്ന് പിണറായി വിജയന് പക്ഷേ ബോധ്യമുണ്ട്. രാജീവ് ആ ചന്ദ്രശേഖരൻ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഈ പേടിയുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അവർ പറയുന്ന പല കാര്യങ്ങളോടും യെസ് പറയുന്നത് എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ സമ്മതിക്കണം കേട്ടോ. അല്ല, ആള് രാജീവ്- സ്റ്റേജിൽ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതില് വി രാജേഷ് ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സ്റ്റേറ്റ്മെന്റാണ്. BJP പാർലമെന്റിൽ, ഇന്ത്യയുടെ പാർലമെന്റിൽ പോകുന്ന സമയത്ത് അടൽ ബിഹാർ വാജ്പേയി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഞങ്ങൾക്ക് ഇന്ന് 3 MP-മാരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു കാലത്ത്, ചിലപ്പോൾ ഞാൻ അന്ന് ജീവിച്ചിരിക്കില്ല എങ്കിലും ഞാൻ ഒരു കാലത്ത് എന്ത് ചെയ്യും, ഇന്ത്യ ഭരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതേപോലെ തന്നെ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു BJPക്ക്. ആ BJP ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതെ അതെ. ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലും ചർച്ച ചെയ്ത് പ്രൈം ടൈം ചർച്ചയായിട്ടെടുത്തത് രാജീവ് ചന്ദ്രശേഖരനെയാണ്. കുമ്മനം രാജശേഖരനെ പോലും ഇത്തരത്തിൽ ചർച്ച എടുത്തിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ പ്രൈം ടൈം ചർച്ചയാക്കി എടുത്തുവെങ്കിൽ സുരേഷ് ഗോപിയെ പ്രൈം ടൈം ചർച്ചയാക്കി ചന്ദ്രൻ അടിച്ചിട്ടെങ്കിലും ചർച്ചയിലേക്ക് വരാന്നുള്ള. അതെ, വളരെ നല്ല കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. അയാള് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്യും. BJPക്ക് ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയും. പക്ഷേ ഈ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ CPM-ഉം UDF-ഉം വേർക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.